ഹലോ എവരി വൺ. ഈ വീഡിയോയിൽ നമ്മൾ കീസ് ആൻഡ് കപ്ലിംഗ് എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് കപ്ലിംഗ് ഈസ് യൂസ്ഡ് ടു കപ്പിൾ ടു ഷാഫ്റ്റ് ഹൂസ് ആക്സിസ് ആർ പാരലൽ ബട്ട് നോട്ട് ഇൻ അലൈൻമെൻറ്റ്? ഓപ്ഷൻ: യൂണിവേഴ്സൽ കപ്ലിംഗ്, ഓൾഡ്ഹാം കപ്ലിംഗ്, ക്ലോ കപ്ലിംഗ്, ബോക്സ് മഫ് കപ്ലിംഗ്. ആക്സിസ് പാരലലായിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്ലിംഗ്. ഒരേ ലൈനിലല്ലാത്ത ആക്സിസുകൾ പാരലായിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ഓൾഡ്ഹാം കപ്ലിംഗ് ആണ്. ആൻസർ ഓപ്ഷൻ ബി. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ആദ്യത്തേത് യൂണിവേഴ്സൽ കപ്ലിംഗ് അല്ലെങ്കിൽ ഹൂക്സ് ജോയിൻറ്റ്. യൂണിവേഴ്സൽ കപ്ലിംഗ് ഒരു ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണ്. ആക്സിസുകളെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സൽ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ടു കണക്ട് ടു ഷാഫ്റ്റ് ഹൂസ് ആക്സിസ് ഇൻ്റർസെക്റ്റ് അറ്റ് ആൻ ആംഗിൾ. ഒരു സ്മോൾ ആംഗിളിൽ ആക്സിസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ കപ്ലിംഗ്. യൂണിവേഴ്സൽ കപ്ലിങ്ങിൻ്റെ പാർട്ടുകൾ ഒന്ന് ഇതുപോലെയുള്ള രണ്ട് ഫോർക്കുകൾ ഉണ്ടാകും യൂണിവേഴ്സൽ കപ്ലിങ്ങിന്. ഈ ഫോർക്കുകളിലേക്കാണ് കണക്ട് ചെയ്യേണ്ട ഷാഫ്റ്റുകൾ കീ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫോർക്കുകളിലാണ് കണക്ട് ചെയ്യേണ്ട ഷാഫ്റ്റുകൾ കീ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനൊരു സെൻട്രൽ ബ്ലോക്ക് ഉണ്ടാവും. ക്രോസ് ഫോമിൽ രണ്ട് ആംസ് ഉള്ള ഈ ഒരു സെൻട്രൽ ബ്ലോക്ക് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ സെൻട്രൽ ബ്ലോക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രണ്ട് ഫോർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഈ സെൻട്രൽ ബ്ലോക്ക് ഈ ഫോർക്കിലേക്ക് കണക്ട് ചെയ്യുന്നത് പിൻസ് യൂസ് ചെയ്തിട്ടാണ്. ഈ കാണിച്ചിരിക്കുന്ന പിൻസ് യൂസ് ചെയ്തിട്ടാണ് സെൻട്രൽ ബ്ലോക്ക് ഫോർക്കിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇതാണ് യൂണിവേഴ്സൽ കപ്ലിംഗ്. അപ്പോൾ യൂണിവേഴ്സൽ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു സ്മോൾ ആംഗിളിൽ ആക്സിസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാനാണ് യൂണിവേഴ്സൽ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഓട്ടോമൊബൈൽസിൻ്റെ ഗിയർ ബോക്സ് ഒന്ന് പ്രൊപ്പല്ലർ ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്യാനും പ്രൊപ്പല്ലർ ഷാഫ്റ്റിനെ ഡിഫറൻഷ്യലായിട്ടൊക്കെ കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് യൂണിവേഴ്സൽ കപ്ലിംഗ് ആണ്. നെക്സ്റ്റ് വൺ ഓൾഡ്ഹാം കപ്ലിംഗ്. ഓൾഡ്ഹാം കപ്ലിംഗും ഒരു ഫ്ലെക്സിബിൾ കപ്ലിംഗ് ആണ്. ആക്സിസ് പാരലലായിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണിത് ഓൾഡ്ഹാം കപ്ലിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്സിസുകൾ പാരലലായിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണെന്ത്? ഓൾഡ്ഹാം കപ്ലിംഗ്. ഈ ഓൾഡ്ഹാം കപ്ലിങ്ങിന് രണ്ട് എൻഡ് ഫ്ലാഞ്ചസ് ഉണ്ടാവും. ആ എൻഡ് ഫ്ലാഞ്ചസിൽ റെക്റ്റാങ്കുലർ സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതുകൂടാതെ ഒരു സെൻട്രൽ ഫ്ലോട്ടിംഗ് ഡിസ്കും ഉണ്ടാകും. ഈ സെൻട്രൽ ഫ്ലോട്ടിംഗ് ഡിസ്കിൽ ഈ കാണിച്ചിരിക്കുന്ന പോലെ റൈറ്റ് ആംഗിളിൽ രണ്ട് റെക്റ്റാങ്കുലർ പ്രൊജക്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ഇതിനെയാണ് നമ്മൾ ടങ്സ് എന്ന് പറയുന്നത്. ഈ ടങ്സിന് ഫ്ലാഞ്ചസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ലോട്ടിലൂടെ സ്ലൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മിസലൈൻഡ് ആയിട്ടുള്ള പാരലൽ ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ ഓൾഡ്ഹാം കപ്ലിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് തന്ന ഓപ്ഷൻ ക്ലോ കപ്ലിംഗ്. ക്ലോ കപ്ലിങ്ങിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഓരോ ഫ്ലാഞ്ചസിലും ഐഡൻറ്റിക്കൽ ക്ലോസ് ആണ് ഉണ്ടാവുക. കപ്പിൾ ചെയ്യുമ്പോൾ ഈ ക്ലോസുകൾ കറസ്പോണ്ടിങ് റിസസിൽ എൻഗേജ് ചെയ്യും. ഇതിൽ ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ ഫ്ലാഞ്ച് ഡ്രൈവ് ഷാഫ്റ്റുമായിട്ട് ടൈറ്റ്ലി ഫിക്സഡ് ആയിരിക്കും. ടാപ്പർ സംഖ്യ യൂസ് ചെയ്തിട്ട് ടൈറ്റ്ലി ഫിക്സഡ് ആയിരിക്കും. ഡ്രിവൺ ഷാഫ്റ്റിൻ്റെ ഫ്ലാഞ്ച് ഫെദർ കീ യൂസ് ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഫെദർ കീ യൂസ് ചെയ്തിട്ടാണ് ഡ്രിവൺ ഷാഫ്റ്റിൻ്റെ ഫ്ലാഞ്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കാരണം അതിന് ആ ഷാഫ്റ്റിലൂടെ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രിവൺ ഷാഫ്റ്റിൻ്റെ ഫ്ലാഞ്ച് ഫെദർ കീ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ലൈഡ് ചെയ്യുന്നത് ലിവറോ അല്ലെങ്കിൽ ഫോർക്ക് എൻഡോ യൂസ് ചെയ്തിട്ടായിരിക്കും സ്ലൈഡ് ചെയ്യുന്നത്. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിൻ്റെ ഹബ്ബിൽ, അതായത് ഡ്രിവൺ ഫ്ലാഞ്ചസിൻ്റെ ഹബ്ബിൽ സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അടുത്തത് മഫ് കപ്ലിംഗ്. മഫ് കപ്ലിംഗ് ഒരു റിജിഡ് കപ്ലിംഗ് ആണ്. സ്ലീവ് അല്ലെങ്കിൽ സോളിഡ് മഫ് കപ്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഹോളോ സിലിണ്ടറാണ്. ഇതിൻ്റെ ഇന്നർ ഡയമീറ്റർ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ രണ്ട് എൻഡിലും കണക്ട് ചെയ്യേണ്ട ഷാഫ്റ്റുകൾ ഇൻസേർട്ട് ചെയ്ത് ഗിബ് ഹെഡ് കീ യൂസ് ചെയ്തിട്ടാണ് സ്ലീവുമായിട്ട് അല്ലെങ്കിൽ മഫുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, ഈ മഫിൻ്റെ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2D + 13. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ സ്മോൾ ഡി ആണെങ്കിൽ മഫിൻ്റെ അല്ലെങ്കിൽ സ്ലീവിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും? 2D + 13. അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3.5D ആയിരിക്കും. സ്ലീവിൻ്റെ ലെങ്ത്ത് 3.5D. ഇത് ഓർത്ത് വെക്കണം, എപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: while preventing relative rotation and permit sliding or axial movement by the use of option feather key, saddle key, round key, none of the above. റിലേറ്റീവ് റൊട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യുകയും അതേസമയം സ്ലൈഡിംഗ് അല്ലെങ്കിൽ ആക്സിയൽ മൂവ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന കീ. ആൻസർ ഓപ്ഷൻ എ ഫെദർ കീ.
നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫെദർ കീ ഒരു ടൈപ്പ് ഓഫ് സംഘ് കീ ആണ്. ഫെദർ കീ ഒരു സംഘ് കീ ആണ്. ഇത് ടേണിംഗ് മൊമെൻറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനൊപ്പം, അതായത് ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനൊപ്പം ആക്സിയൽ മൂവ്മെൻറ്റും പെർമിറ്റ് ചെയ്യുന്ന ടൈപ്പ് കീ ആണ്. ഫെദർ കീ സാധാരണ ഷാഫ്റ്റിൽ അല്ലെങ്കിൽ ഹബ്ബിൽ ഫിക്സ് ചെയ്ത തരത്തിലാണ് ഉണ്ടാവുക. ഷാഫ്റ്റിൽ സെറ്റ് സ്ക്രൂ വെച്ചിട്ടോ ഹബ്ബിൽ ഗിബ് ഹെഡ് വെച്ചോ ഫിക്സ് ചെയ്ത തരത്തിലാണ് ഫെദർ കീ ഉണ്ടാവുക. നെക്സ്റ്റ് ഓപ്ഷൻ സാഡിൽ കീ. സാഡിൽ കീയിൽ ഹബ്ബിൽ മാത്രമാണ് കീവേ ഉണ്ടാവുക. ഷാഫ്റ്റിൻ്റെ സർഫസിൽ കീ ഫ്രീ ആയിട്ട് റെസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലാണ് സാഡിൽ കീസിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. ഷാഫ്റ്റും കീയും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് ഇവിടെ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇത് ലൈറ്റ് ഡ്യൂട്ടി ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. സാഡിൽ കീ ലൈറ്റ് ഡ്യൂട്ടി ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. സാഡിൽ കീ രണ്ട് തരത്തിലുണ്ട്. ഫ്ലാറ്റ് സാഡിൽ കീയും ഹോളോ സാഡിൽ കീയും. കീയുടെ ഷേപ്പ് അനുസരിച്ചിട്ട്, അതായത് ഷാഫ്റ്റിൻ്റെ സർഫസിൽ ഫ്ലാറ്റ് ആയിട്ട് ഉള്ള കീസിനെയാണ് നമ്മൾ ഫ്ലാറ്റ് സാഡിൽ കീ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് സാഡിൽ കീസിൻ്റെ ടോപ്പ് സർഫസ് ടാപ്പേർഡ് ആയിരിക്കും. ഷാഫ്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സർഫസ് ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ ഹോളോ സാഡിൽ കീ എന്ന് പറയുമ്പോൾ ടോപ്പ് സർഫസ് ടാപ്പേർഡ് ഫ്ലാറ്റ് സർഫസും ബോട്ടം സർഫസ് കേവ്ഡ് സർഫസും ആയിരിക്കും. ഷാഫ്റ്റിൻ്റെ സർക്കംഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേവ്ഡ് സർഫസ് ആയിരിക്കും ഹോളോ സാഡിൽ കീയുടെ ബോട്ടം സർഫസ്. നെക്സ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ സർക്കുലർ കീസ്. സർക്കുലർ ക്രോസ് സെക്ഷനുള്ള കീസാണ് ഈ റൗണ്ട് അല്ലെങ്കിൽ സർക്കുലർ കീ എന്ന് പറയുന്നത്. ഇതിൽ പകുതി ഷാഫ്റ്റിലും പകുതി ഹബ്ബിലുമായിട്ടുള്ള ഹോള് ഡ്രിൽ ചെയ്തിട്ട് അതിലാണ് റൗണ്ട് കീ ഫിക്സ് ചെയ്യുന്നത്. ലോവർ പവർ ഡ്രൈവുകളിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കീ റൗണ്ട് കീസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കപ്ലിംഗ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഷാഫ്റ്റ് ഓഫ് മറൈൻ എഞ്ചിൻ? ഓപ്ഷൻസ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്, പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്, ഫ്ലെക്സിബിൾ കപ്ലിംഗ്, സോളിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്. മറൈൻ എഞ്ചിൻ ഷാഫ്റ്റിൽ യൂസ് ചെയ്യുന്നത് സോളിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് ആണ്. സോളിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൽ ഫ്ലാഞ്ചസ് ആർ ഫോർജ്ഡ് ഇൻ്റഗ്രൽ വിത്ത് ഷാഫ്റ്റ്. ഫ്ലാഞ്ചസ് ഷാഫ്റ്റിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്, അല്ലെങ്കിൽ അതൊരു സിംഗിൾ യൂണിറ്റ് ആണ്. ഷാഫ്റ്റും ഫ്ലാഞ്ചസും സിംഗിൾ യൂണിറ്റ് ആണ്. ഇത് രണ്ടും ഒരു ടാപ്പേർഡ് ടൈപ്പ് ബോൾട്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. രണ്ട് ഫ്ലാഞ്ചസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ടാപ്പേർഡ് ടൈപ്പ് ബോൾട്ട് വെച്ചിട്ടാണ്. സോളിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് അല്ലെങ്കിൽ മറൈൻ ടൈപ്പ് കപ്ലിങ്ങിൽ യൂസ് ചെയ്യുന്ന ബോൾട്ടിൻ്റെ എണ്ണം 4 മുതൽ 12 വരെയാണ്. ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത് 4 മുതൽ 12 വരെ ബോൾട്ടുകൾ സോളിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൽ യൂസ് ചെയ്യും. അപ് ടു 55 mm ഡയ ഉള്ള ഷാഫ്റ്റ് വരെ 4 ബോൾട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. അപ് ടു 150 mm വരെ 6 ബോൾട്ടുകൾ, അപ് ടു 230 mm 8 ബോൾട്ട്, അപ് ടു 390 mm 10 ബോൾട്ട്, എബോവ് 390 ആണെങ്കിൽ 12 ബോൾട്ട്. ഇങ്ങനെയാണ് സോളിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിലെ ബോൾട്ടുകളുടെ എണ്ണം. നെക്സ്റ്റ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്. ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൽ ഈ ഫിഗറിൽ കാണിച്ചതുപോലെ 2 ഫ്ലാഞ്ചസ് ആണ് ഉണ്ടാവുക. ഈ ഫ്ലാഞ്ചസിലാണ് കണക്ട് ചെയ്യേണ്ട ഷാഫ്റ്റുകൾ ഫിക്സ് ചെയ്യുന്നത്. ഷാഫ്റ്റുകൾ ഫ്ലാഞ്ചസിൽ ഫിക്സ് ചെയ്യുന്നത് സാധാരണ കീസ് യൂസ് ചെയ്തിട്ടാണ്. കൗണ്ടർ സംഘ് കീസ് യൂസ് ചെയ്തിട്ടാണ് ഷാഫ്റ്റുകൾ ഫ്ലാഞ്ചസിൽ ഫിക്സ് ചെയ്യുന്നത്. ഇനി ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൻ്റെ കേസിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കണം. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ സ്മോൾ ഡി ആണെങ്കിൽ ഹബിൻ്റെ ഡയമീറ്റർ 2D ആയിരിക്കും. ഫ്ലാഞ്ചിൻ്റെ ഹബിൻ്റെ ഡയമീറ്റർ 2D ആയിരിക്കും. ഹബിൻ്റെ ലെങ്ത്ത് 1.5D ആയിരിക്കും. ഫ്ലാഞ്ചിൻ്റെ ഹബിൻ്റെ ലെങ്ത്ത് 1.5D ആയിരിക്കും. പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഈസ് ഈക്വൽ ടു 3D. അതായത് ബോൾട്ടിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും? 3D ആയിരിക്കും. ഫ്ലാഞ്ചിൻ്റെ ഔട്ടർ ഡയ 4D ആയിരിക്കും. ഫ്ലാഞ്ചിൻ്റെ ഔട്ടർ ഡയ 4D. അതുപോലെ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 0.5D. ഓരോ ഫ്ലാഞ്ചിൻ്റെയും തിക്നെസ് എന്ന് പറയുന്നത് 0.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫ്ലാഞ്ചസിൽ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് ബോൾട്ട്സ്. അതും ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് അപ് ടു 40 mm വരെ 3 ആണ് നമ്പർ ഓഫ് ബോൾട്ട്, അപ് ടു 100 mm വരെ 4 ആണ്, അപ് ടു 180 mm വരെ 6 ആണ്. അപ് ടു 40 mm ഡയമീറ്റർ വരെ 3 ബോൾട്ടുകൾ, അപ് ടു 100 mm ഡയമീറ്റർ വരെ 4 ബോൾട്ടുകൾ, അപ് ടു 180 mm ഡയമീറ്റർ വരെ 6 ബോൾട്ടുകൾ. ഇനി ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൽ അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് ഉണ്ട്. പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഈ നട്ട് ആൻഡ് ബോൾട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഇതുവരെ ഒരു പ്രൊട്ടക്റ്റിംഗ് ഷീൽഡ് ഉള്ളതിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ടൈപ്പ് എന്ന് പറയുന്നത്.
അതായത് സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് നട്ട് ആൻഡ് ബോൾട്ടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റഡ് ഷീൽഡിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ചിഡ് കപ്ലിംഗ്. ഈ പ്രൊട്ടക്റ്റീവ് ഷീൽഡിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.25 ടൈംസ് ഡയമീറ്റർ ആയിരിക്കും. 0.25 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്. അൺപ്രൊട്ടക്റ്റഡ് ടൈപ്പിൽ ഈ ഒരു ടൈപ്പ് ഷീൽഡിംഗ് ഉണ്ടാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേപ്പർ ഓൺ എ റെക്ടാങ്കുലർ സങ്ക് കീ ഈസ് ഓപ്ഷൻ 1 in 16, 1 in 32, 1 in 48, 1 in 100. ഒരു റെക്ടാങ്കുലർ സങ്ക് കീയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പർ 1 in 100 ആണ്. അപ്പോൾ എന്തായിരുന്നു സങ്ക് കീസ്? പകുതി ഷാഫ്റ്റിൻ്റെ കീവേലും പകുതി ഹബിൻ്റെ കീവേലുമായിട്ട് അക്കോമഡേറ്റ് ചെയ്യുന്ന കീസിനെയാണ് നമ്മൾ സങ്ക് കീസ് എന്ന് പറയുന്നത്. പകുതി ഷാഫ്റ്റിൻ്റെ കീവേലും പകുതി ഹബിൻ്റെ കീവേലും. സാധാരണ ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻസിലാണ് സങ്ക് കീസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഷാഫ്റ്റും ഹബും തമ്മിലുള്ള സ്ലിപ്പിംഗ് ഉണ്ടാവില്ല. ഷാഫ്റ്റും ഹബും തമ്മിൽ സ്ലിപ്പിങ്ങിനുള്ള പോസിബിലിറ്റി സങ്ക് കീസിൻ്റെ കേസിൽ ഉണ്ടാവില്ല. റെക്റ്റാങ്കുലർ സങ്ക് കീ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കുലർ ആയിരിക്കും. കീയുടെ ക്രോസ് സെക്ഷൻ റെക്റ്റാങ്കുലർ ആയിരിക്കും. അതുപോലെ കീയുടെ ലാർജർ സൈഡിൻ്റെ വിഡ്ത്ത് ഡബ്ല്യൂയും തിക്നെസ് ടിയും ആണെങ്കിൽ ആ ഡബ്ല്യൂയുടെ വാല്യൂ സ്മോൾ d/4 ആയിരിക്കും. അതായത് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ d ആണെങ്കിൽ വിഡ്ത്തിൻ്റെ വാല്യൂ d/4ഉം തിക്നെസ്സിൻ്റെ വാല്യൂ d/6ഉം ആയിരിക്കും. ഈ രണ്ട് ഡയമെൻഷനും ഓർത്ത് വെക്കണം. വിഡ്ത്ത് ഓഫ് കീ ഈസ് ഈക്വൽ ടു d/4, തിക്നെസ് ഓഫ് കീ ഈസ് ഈക്വൽ ടു d/6. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടേപ്പർ. റെക്റ്റാങ്കുലർ സങ്ക് കീയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടേപ്പർ 1 in 100 ആണ്. അതായത് ലെങ്ത്തിൽ 100 യൂണിറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിന് തിക്നെസ്സിൽ 1 യൂണിറ്റ് റിഡക്ഷൻ ഉണ്ടാകും. അതുപോലെ അവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, ഈ ടേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കീയുടെ ടോപ്പ് സൈഡിൽ മാത്രമാണ്. കീയുടെ ടോപ്പ് സൈഡിൽ മാത്രമാണ് ടേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിരിക്കും കീ. ടോപ്പ് സൈഡിൽ മാത്രമാണ് ടേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കീ മെയ്ഡ് ഫ്രം എ സിലിണ്ടറിക്കൽ ഡിസ്ക് ഹാവിംഗ് സെഗ്മെന്റൽ ക്രോസ് സെക്ഷൻ ഈസ് നോൺ ആസ് ഓപ്ഷൻ ഫെദർ കീ, ഗിബ്ഹെഡ് കീ, വുഡ്രഫ് കീ, ഫ്ലാറ്റ് സാഡിൽ കീ. ഒരു സെമി സിലിണ്ടറിക്കൽ ഡിസ്കിൻ്റെ ഷേപ്പിലുള്ള കീ ആണ് വുഡ്രഫ് കീ. ആൻസർ ഓപ്ഷൻ സി. ഈ കാണിച്ചിരിക്കുന്നതാണ് വുഡ്രഫ് കീ. ഇതൊരു സങ്ക് കീ ആണ്. ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് യൂണിഫോം തിക്നെസ് ഉള്ള ഒരു സെമി സർക്കുലർ ഡിസ്കിൻ്റെ ഷേപ്പാണ്. യൂണിഫോം തിക്നെസ് ഉള്ള ഒരു സെമി സർക്കുലർ ഡിസ്ക്. ഇതിൻ്റെ ഈ സെമി സർക്കുലർ പോർഷൻ ഫിറ്റ് ആവുന്നത് ഷാഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കീവേയിലാണ്. ഷാഫ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കീവേയിലാണ് സെമി സർക്കുലർ പോർഷൻ ഫിറ്റ് ആവുന്നത്. അതുപോലെ ഇവിടെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം, ടേപ്പേർഡ് ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന കീ വുഡ്രഫ് കീ ആണ്. ടേപ്പേർഡ് ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന കീ എന്താണ്? വുഡ്രഫ് കീ ആണ്. അതിൻ്റെ ഷേപ്പ് കാരണം അതിന് ടിൽറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ടേപ്പേർഡ് ഷാഫ്റ്റിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? വുഡ്രഫ് കീ ആണ്. അതുപോലെ ഷാഫ്റ്റും ഹബും തമ്മിൽ റേഡിയൽ മൂവ്മെൻ്റ് ആണ് വുഡ്രഫ് കീ പെർമിറ്റ് ചെയ്യുന്നത്. വുഡ്രഫ് കീ പെർമിറ്റ് ചെയ്യുന്നത് ഷാഫ്റ്റും ഹബും തമ്മിലുള്ള റേഡിയൽ മൂവ്മെൻ്റ് ആണ്. അതുപോലെ ഓട്ടോമൊബൈൽസിലും മെഷീൻ ടൂൾസിലും വൈഡ്ലി യൂസ് ചെയ്യുന്നത് വുഡ്രഫ് കീ ആണ്. ഇനി നെക്സ്റ്റ്, ഗിബ്ഹെഡ് കീ എന്താണ്? ഒരു റെക്റ്റാങ്കുലർ സങ്ക് കീക്ക് ഒരു എൻഡിൽ ഒരു ഹെഡ് ഷേപ്പുള്ള ടൈപ്പ് കീനെയാണ് നമ്മൾ ഗിബ്ഹെഡ് കീ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള കീ ആണിത് ഗിബ്ഹെഡ് കീ. കീ റിമൂവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹെഡ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റെക്റ്റാങ്കുലർ സങ്ക് കീ വിത്ത് ഹെഡ് അറ്റ് വൺ എൻഡ്, അതാണ് ഗിബ്ഹെഡ് കീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹബ് ലെങ്ത് ഓഫ് ദ ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ഓപ്ഷൻ 3D, 2D, 1.5D, D. ഒരു ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൻ്റെ ഹബ് ലെങ്ത് എത്രയായിരുന്നു? 1.5 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണ്. ഹബ് ലെങ്ത് ഈസ് ഈക്വൽ ടു 1.5D. ഹബിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 2 ടൈംസ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് അല്ലെങ്കിൽ 2D. പിച്ച് സർക്കിൾ ഡയമീറ്റർ ഓഫ് ബോൾട്ട് 3D. ഫ്ലാഞ്ച് ഔട്ട്സൈഡ് ഡയ 4D. തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 0.5D. ഇത്രയും ഡയമെൻഷൻസ് ഓർത്ത് വെക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഹബ് ലെങ്ത് ഓഫ് ദ ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.5D. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് മറൈൻ ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്സ് the number of bolts are given by option D/5 plus 2, D/4 plus 2, D/7.5 minus 2, D/7.5 plus 2. മറൈൻ ഫ്ലാഞ്ച് കപ്ലിംഗ് അല്ലെങ്കിൽ സോളിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗിൽ നമ്പർ ഓഫ് ബോൾട്ടിൻ്റെ ഇക്വേഷൻ D/7.5 plus 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്ലിംഗ് ഈസ് യൂസ്ഡ് ടു കണക്ട് two shafts
വിച്ച് ആർ പാരലൽ ആൻഡ് ഇൻലൈൻ. ഓപ്ഷൻ മഫ് കപ്ലിംഗ്, സ്പ്ലിറ്റ് കപ്ലിംഗ്, ഫ്ലാഞ്ച് കപ്ലിംഗ്, എനി വൺ ഓഫ് ദീസ്. ഒരേ ലൈനിലും പാരലലും ആയിട്ടുള്ള ഷാഫ്റ്റുകളെ നമ്മൾ പറയുന്നതാണ് പെർഫെക്റ്റ്ലി അലൈൻഡ് ഷാഫ്റ്റ്. പെർഫെക്റ്റ്ലി അലൈൻഡ് ഷാഫ്റ്റുകളെ നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് റിജിഡ് കപ്ലിംഗ് ആണ്. ഈ തന്നിരിക്കുന്നതിൽ 3 കപ്ലിങ്ങും റിജിഡ് കപ്ലിംഗ് ആണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി, എനി വൺ ഓഫ് ദീസ്. നമുക്കറിയാം കപ്ലിംഗ് 2 ടൈപ്പ് ഉണ്ട്, റിജിഡ് കപ്ലിങ്ങും ഫ്ലെക്സിബിൾ കപ്ലിങ്ങും. പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള 2 ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് റിജിഡ് കപ്ലിംഗ്. റിജിഡ് കപ്ലിങ്ങിനെ നമുക്ക് വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്ലീവ് ഓർ സോളിഡ് മഫ് കപ്ലിംഗ്, ക്ലാമ്പ് ഓർ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ്, അല്ലെങ്കിൽ കംപ്രഷൻ കപ്ലിംഗ്, തേർഡ് വൺ ഫ്ലാഞ്ചഡ് കപ്ലിംഗ്. അതുപോലെ ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്ന് പറയുന്നത് ലാറ്ററൽ അല്ലെങ്കിൽ ആംഗുലാർ മിസ്അലൈൻഡ് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ലാറ്ററൽ അല്ലെങ്കിൽ ആംഗുലാർ മിസ്അലൈൻമെൻ്റ് ഉള്ള ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് ഫ്ലെക്സിബിൾ കപ്ലിംഗ്. ഫ്ലെക്സിബിൾ കപ്ലിംഗ് 3 ടൈപ്പ് ഉണ്ട്. ബുഷ്ഡ് പിൻ ടൈപ്പ് കപ്ലിംഗ്, യൂണിവേഴ്സൽ കപ്ലിംഗ്, ഓൾഡ്ഹാം കപ്ലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് പുള്ളി ആൻഡ് കീ ഫോർ എ സിസ്റ്റം, ഓപ്ഷൻ ഷാഫ്റ്റ് ഈസ് ദ വീക്കസ്റ്റ് എലമെൻറ്റ്, പുള്ളി ഈസ് ദ വീക്കസ്റ്റ് എലമെൻറ്റ്, കീ ഈസ് ദ വീക്കസ്റ്റ് എലമെൻറ്റ്, ഓൾ ആർ ഡിസൈൻഡ് ഈക്വലി സ്ട്രോങ്. ഷാഫ്റ്റ് പുള്ളി ആൻഡ് കീ സിസ്റ്റത്തിൽ ഏതാണ് വീക്കസ്റ്റ് എലമെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത്? കീ ഈസ് ദ വീക്കസ്റ്റ് എലമെൻറ്റ്. കീ ആണ് വീക്കസ്റ്റ് എലമെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഇതിന് കാരണം കീ ചീപ്പും ആണ്, ഈസിലി റീപ്ലേസബിളും ആണ്. അതുകൊണ്ടാണ് കീ വീക്കസ്റ്റ് എലമെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്വാർട്ടർ ജോയിൻറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് 2 റോഡ്സ് വിച്ച് ആർ ഇൻ ഓപ്ഷൻ ടെൻഷൻ ഓൺലി, കംപ്രഷൻ ഓൺലി, ഷിയർ ഓൺലി, ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വാർട്ടർ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത് ടു കണക്ട് റോഡ്സ് വിച്ച് ആർ ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. ഈ കാണിച്ചിരിക്കുന്നതാണ് ക്വാർട്ടർ ജോയിൻറ്റ്. റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുള്ള ഈ ഒരു വെഡ്ജ് ഷേപ്പിനെയാണ് നമ്മൾ ക്വാർട്ടർ എന്ന് പറയുന്നത്. റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനുള്ള വെഡ്ജ് ഷേപ്പാണ് ക്വാർട്ടർ. ആക്സിയൽ ഡയറക്ഷനിൽ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 2 റോഡ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വാർട്ടർ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ആക്സിയൽ ഡയറക്ഷനിൽ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 2 റോഡ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വാർട്ടർ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ടെൻസൈൽ ഫോഴ്സും ആക്ട് ചെയ്യും, കംപ്രസീവ് ഫോഴ്സും ആക്ട് ചെയ്യും. ക്വാർട്ടർ ജോയിൻറ്റിൽ ടെൻസൈൽ ഫോഴ്സും ആക്ട് ചെയ്യും, കംപ്രസീവ് ഫോഴ്സും ആക്ട് ചെയ്യും. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ 2 റോഡ്സിലും പ്രൊവൈഡ് ചെയ്യുന്ന സ്ലോട്ടിലൂടെ ക്വാർട്ടർ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജോയിൻറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ ക്വാർട്ടറിൻ്റെ വിഡ്ത്ത് ടേപ്പേർഡ് ആണ്. അതിൽ കൊടുക്കുന്ന ടേപ്പർ 1/48 1/24 ആണ്. സ്റ്റീം എഞ്ചിൽ പിസ്റ്റൺ റോഡിനെ ക്രോസ് ഹെഡുമായിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ജോയിൻറ്റ് ക്വാർട്ടർ ജോയിൻ്റ് ആണ്. സ്റ്റീം എഞ്ചിൽ പിസ്റ്റൺ റോഡിനെ ക്രോസ് ഹെഡുമായിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ജോയിൻറ്റ് ക്വാർട്ടർ ജോയിൻ്റ് ആണ്. ഇനി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ക്വാർട്ടർ ജോയിൻ്റ് ആണ് സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ക്വാർട്ടർ ജോയിൻറ്റ്, സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്, ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. സോക്കറ്റ് ആൻഡ് സ്പിഗോട്ട് ക്വാർട്ടർ ജോയിൻറ്റിൽ ഒരു റോഡിൻ്റെ എൻഡ് സോക്കറ്റ് ടൈപ്പും മറ്റേ റോഡിൻ്റെ എൻഡ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന തരത്തിലുമായിരിക്കും ഉണ്ടാവുക. ഈ ഇൻസേർട്ട് ചെയ്യുന്ന എൻഡിനെയാണ് നമ്മൾ സ്പിഗോട്ട് എന്ന് പറയുന്നത്. ഈ രണ്ടിനും ഇടയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹോളിൽ ക്വാർട്ടർ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ആ ജോയിൻറ്റ് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റിൽ കണക്ട് ചെയ്യേണ്ട 2 റോഡിനും എറൗണ്ടായിട്ട് ഒരു സ്ലീവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇതിലൂടെ 2 ക്വാർട്ടർ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഈ ക്വാർട്ടറിൻ്റെ ടേപ്പർ കൊടുത്തിരിക്കുന്ന സൈഡ് പരസ്പരം ഫേസ് ചെയ്യുന്ന തരത്തിലായിരിക്കും. ഈ 2 ക്വാർട്ടറിൻ്റെയും ടേപ്പർ കൊടുത്തിരിക്കുന്ന സൈഡ് പരസ്പരം ഫേസ് ചെയ്യുന്ന തരത്തിലാണ് ഉണ്ടാവുക. അതിൽ കൊടുത്തിരിക്കുന്ന ടേപ്പർ 1/24 ആയിരിക്കും. സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റിൽ കൊടുത്തിരിക്കുന്ന ടേപ്പർ സാധാരണ 1/24 ആണ്. നെക്സ്റ്റ് ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. ഇതുപോലെ ഒരു സ്ട്രാപ്പ് ആൻഡ് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ജോയിൻ്റാണ് ഗിബ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്റ്. ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫ്ലെക്സിബിൾ കപ്ലിംഗ്? ഓപ്ഷൻ മഫ് കപ്ലിംഗ്, മറൈൻ കപ്ലിംഗ്, പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിംഗ്, ഓൾഡ്ഹാം കപ്ലിംഗ്. ആൻസർ ഓപ്ഷൻ ഡി. മഫ് കപ്ലിങ്ങും മറൈൻ കപ്ലിങ്ങും പ്രൊട്ടക്റ്റഡ് ടൈപ്പ് ഫ്ലാഞ്ച് കപ്ലിങ്ങും റിജിഡ് കപ്ലിംഗ് ആണ്. ഇതിൽ ഫ്ലെക്സിബിൾ കപ്ലിംഗ് ഓൾഡ്ഹാം കപ്ലിംഗ് മാത്രമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിജിഡ് കപ്ലിംഗ് എന്ന് വെച്ചാൽ
പെർഫെക്റ്റ്ലി അലൈൻഡ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് സ്ലീവ് ഓർ സോളിഡ് മഫ് കപ്ലിംഗ്, ക്ലാമ്പ് ഓർ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് ഓർ കംപ്രഷൻ കപ്ലിംഗ്, തേർഡ് വൺ ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്. ഈ 3 ടൈപ്പും എന്താണ്? റിജിഡ് കപ്ലിങ്ങിൽ പെട്ടതാണ്. ഇതിൽ തന്നെ ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൽ തന്നെ വരുന്നതാണ് മറൈൻ കപ്ലിംഗ് അല്ലെങ്കിൽ സോളിഡ് ഫ്ലാഞ്ച്ഡ് കപ്ലിംഗ്. നെക്സ്റ്റ് ഫ്ലെക്സിബിൾ കപ്ലിംഗ് എന്തായിരുന്നു? ലാറ്ററൽ അല്ലെങ്കിൽ ആംഗുലാർ മിസ്അലൈൻഡ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്ലിംഗ്. അതിൽ വരുന്ന ടൈപ്പുകളാണ് ബുഷ്ഡ് പിൻ ടൈപ്പ് കപ്ലിംഗ്, യൂണിവേഴ്സൽ കപ്ലിംഗ്, ഓൾഡ് ഹാം കപ്ലിംഗ്. അപ്പോൾ നമുക്ക് തന്നതിൽ ഓൾഡ് ഹാം കപ്ലിംഗ് ആണ് ഓപ്ഷനിലുള്ളത്. ആൻസർ ഓൾഡ് ഹാം കപ്ലിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ്രഫ് കീ ഈസ് ജനറലി യൂസ്ഡ് ഇൻ ഓപ്ഷൻ എ മെഷീൻ ടൂൾ, എൻ ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽ മെഷീൻ, അഗ്രികൾച്ചർ മെഷീൻ. ആൻസർ ഓപ്ഷൻ ബി. വുഡ്രഫ് കീ ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്ലിംഗ് പ്രൊവൈഡ്സ് കൈനറ്റിക് ഫ്ലെക്സിബിലിറ്റി? ഓപ്ഷൻസ് പിൻ ടൈപ്പ് ബുഷ് കപ്ലിംഗ്, ഓൾഡ് ഹാം കപ്ലിംഗ്, സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ്, ബോൾ ബെയറിംഗ്. ആൻസർ ഓപ്ഷൻ എ പിൻ ടൈപ്പ് ബുഷ് കപ്ലിംഗ്. കൈനറ്റിക് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് പിൻ ടൈപ്പ് ബുഷ് കപ്ലിംഗ് അല്ലെങ്കിൽ ബുഷ്ഡ് പിൻ ഫ്ലെക്സിബിൾ കപ്ലിംഗ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ബുഷ്ഡ് പിൻ ഫ്ലെക്സിബിൾ കപ്ലിംഗ്. ഇത് ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഇതിലെ കപ്ലിങ്ങിലെ ഫ്ലാഞ്ചുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോൾട്ടുകളെ നമ്മൾ പിൻസ് എന്നാണ് പറയുന്നത്. ഈ പിൻസിന് അറൗണ്ടായിട്ട് ബുഷസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബുഷസിന് ഈ ഷാഫ്റ്റുകളിലുണ്ടാകുന്ന സ്ലൈറ്റ് മിസ്അലൈൻമെൻറ്റ്സ് അബ്സോർബ് ചെയ്യാൻ പറ്റും. അതായത് ഈ കപ്ലിങ് ഷാഫ്റ്റിലെ സ്ലൈറ്റ് മിസ്അലൈൻമെൻറ്റ്സിന് എന്താണ്? ഫ്ലെക്സിബിളാണ്. അതുപോലെ മിസ്അലൈൻമെൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ഫ്ലാഞ്ചുകൾക്കിടയിൽ ഒരു 5 mm ഗ്യാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് ബുഷ്ഡ് പിൻ ഫ്ലെക്സിബിൾ കപ്ലിംഗ്. ഇതിലെ കപ്ലിംഗ് പിന്നിന് അറൗണ്ടായിട്ട് ഇതുപോലെ ബുഷസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഈ ബുഷസ് ഫ്ലെക്സിബിൾ ബുഷസ് ആണ്. ഇത് ആണ് ഷാഫ്റ്റിലെ മിസ്അലൈൻമെൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, എ കപ്ലിംഗ് യൂസ്ഡ് ടു കണക്ട് ടു പെർഫെക്റ്റ്ലി അലൈൻഡ് ഷാഫ്റ്റ് ഈസ് ഡാഷ്. ഓപ്ഷൻ മഫ് കപ്ലിംഗ്, കംപ്രഷൻ കപ്ലിംഗ്, ഫ്ലാഞ്ച് കപ്ലിംഗ്, ഓൾ ഓഫ് ദീസ്. നമുക്കറിയാം പെർഫെക്റ്റ്ലി അലൈൻഡ് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് റിജിഡ് കപ്ലിംഗ് ആണ്. മഫ് കപ്ലിങ്ങും കംപ്രഷൻ കപ്ലിങ്ങും ഫ്ലാഞ്ച് കപ്ലിങ്ങും റിജിഡ് കപ്ലിങ്ങിന് എക്സാമ്പിളാണ്. ആൻസർ ഓൾ ഓഫ് ദിസ്. ഇതിൽ കംപ്രഷൻ കപ്ലിംഗ് ഒഴിച്ചിട്ട് ഫ്ലാഞ്ച്ഡ് കപ്ലിങ്ങും മഫ് കപ്ലിങ്ങും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് കംപ്രഷൻ കപ്ലിംഗ് എന്ന് നോക്കാം. കംപ്രഷൻ കപ്ലിംഗ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് അല്ലെങ്കിൽ ക്ലാമ്പ് കപ്ലിംഗ്, ഈ 3 പേരിലും ഇത് പറയും. ക്ലാമ്പ് കപ്ലിംഗ്, സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ്, കംപ്രഷൻ കപ്ലിംഗ്. ഇതിൽ സ്ലീവ് 2 ഹാഫായിട്ടാണ് ഉണ്ടാവുക. കപ്ലിങ്ങിൻ്റെ സ്ലീവ് 2 ഹാഫായിട്ടാണ് ഉണ്ടാവുക. ഈ 2 ഹാഫുകളിൽ നട്ട് ആൻഡ് ബോൾട്ട് യൂസ് ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ സെമി സിലിണ്ടറിക്കൽ ഷേപ്പുള്ള മഫാണ് ഉണ്ടാവുക. കംപ്രഷൻ കപ്ലിംഗ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് മഫ് കപ്ലിങ്ങിൽ സെമി സിലിണ്ടറിക്കൽ മഫാണ് ഉണ്ടാവുക. ഈ സ്ലീവിൽ അല്ലെങ്കിൽ മഫിൽ ത്രെഡഡ് ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഷാഫ്റ്റ് ലോവർ മഫിനും അപ്പർ മഫിനും ഇടയിൽ പ്ലേസ് ചെയ്തതിന് ശേഷം നട്ട് ആൻഡ് ബോൾട്ട് വെച്ച് ടൈറ്റൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഹെവി ഡ്യൂട്ടി ആൻഡ് മോഡറേറ്റ് സ്പീഡ്സിലാണ് സ്പ്ലിറ്റ് മഫ് കപ്ലിംഗ് അല്ലെങ്കിൽ കംപ്രഷൻ കപ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഹെവി ഡ്യൂട്ടി ആൻഡ് മോഡറേറ്റ് സ്പീഡ്സിൽ. ഡയമെൻഷൻസ് സോളിഡ് മഫ് കപ്ലിങ്ങിൻ്റെതായിട്ട് സെയിം ആണ്. ഡയമീറ്റർ ഓഫ് സ്ലീവ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഷാഫ്റ്റ് ഡയമീറ്റർ പ്ലസ് 13 ആണ്. അതുപോലെ ലെങ്ത് ഓഫ് സ്ലീവ് എന്ന് പറയുന്നത് 3.5 ഷാഫ്റ്റ് ഡയമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫെദർ കീസ് ജനറലി ഓപ്ഷൻ ടൈറ്റ് ഓൺ ബോത്ത് ഷാഫ്റ്റ് ആൻഡ് ഹബ്, ലൂസ് ഓൺ ടോപ്പ് ഷാഫ്റ്റ് ആൻഡ് ഹബ്, ടൈറ്റ് ഓൺ ഷാഫ്റ്റ് ആൻഡ് ലൂസ് ഓൺ ഹബ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഫെദർ കീസ് ജനറലി ടൈറ്റ് ഓൺ ഷാഫ്റ്റ് ആൻഡ് ലൂസ് ഓൺ ഹബ്. നമുക്കറിയാം ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനൊപ്പം ആക്സിയൽ മൂവ്മെൻറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് കീസിനെയാണ് നമ്മൾ ഫെദർ കീ എന്ന് പറയുന്നത്. ഫെദർ കീ സാധാരണ ടൈറ്റ് ഓൺ ഷാഫ്റ്റ് ആൻഡ് ലൂസ് ഓൺ ഹബ്. മോസ്റ്റ് ഓഫ് ദ കേസിലും ഹബ്ബാണ് മൂവ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് ഫെദർ കീ ജനറലി ടൈറ്റ് ഓൺ ഷാഫ്റ്റ് ആൻഡ് ലൂസ് ഓൺ ഹബ്. Next question, for 2 parallel shafts, the distance between whose axis is small and variable, which coupling will you use? Option universal joint, muff coupling, Oldham coupling, flange coupling.
നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആക്സിസുകൾ പാരലായിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിൻ്റ് ആണ് ഓൾഡ്ഹാം കപ്ലിംഗ്. ആക്സിസുകൾ പാരലും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വേരിയബിളും ആയിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ആണ് ഓൾഡ്ഹാം കപ്ലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, കെന്നഡി കീസ് ആർ യൂസ്ഡ് ഫോർ ആപ്ലിക്കേഷൻ ലൈക്ക് പ്രിസിഷൻ കീ, ലൈറ്റ് ഡ്യൂട്ടി, ഹെവി ഡ്യൂട്ടി, ഓൾ സർവീസ്. കെന്നഡി കീസ് യൂസ് ചെയ്യുന്നത് ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻസിലാണ്. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ 90 ഡിഗ്രി ആംഗിളിൽ ഫിക്സ് ചെയ്യുന്ന സ്ക്വയർ കീസാണ് കെന്നഡി കീസ്. 90 ഡിഗ്രി എപ്പാർട്ടായിട്ടുള്ള സ്ക്വയർ കീസാണ് എന്ത് കെന്നഡി കീസ്. ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് ലാർജ് ഹെവി ഡ്യൂട്ടി ഷാഫ്റ്റുകളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്ലിംഗ് ക്യാൻ യൂസ്ഡ് ഫോർ കണക്ടിങ് ടു ഷാഫ്റ്റ് ഹൂസ് ആക്സിസ് ആർ പാരലൽ ബട്ട് നോട്ട് സെയിം അലൈൻമെൻറ്റ്? ഓപ്ഷൻ ഓൾഡ്ഹാം കപ്ലിംഗ്, മഫ് കപ്ലിംഗ്, ഫ്ലാഞ്ച് കപ്ലിംഗ്, സ്ലീവ് കപ്ലിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആക്സിസുകൾ പാരലായിട്ടുള്ള ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് ഓൾഡ്ഹാം കപ്ലിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഡിസൈനിങ് എ സ്ലീവ് കപ്ലിംഗ്, ഇഫ് ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഇൻ mm, then diameter of sleeve is taken as? Option D plus 17 mm, 2D plus 13 mm, 2D plus 20 mm, 3.5 dmm. നമുക്കറിയാം ഒരു സ്ലീവ് കപ്ലിങ്ങിൻ്റെ ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുന്നത് 2D plus 13 mm ആയിരിക്കും. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ D ആണെങ്കിൽ ഔട്ടർ ഡയമീറ്റർ 2D plus 13 mm. ആൻസർ ഓപ്ഷൻ ബി. ലെങ്ത്ത് 3.5 D ആയിരിക്കും. സ്ലീവിൻ്റെ ലെങ്ത്ത് 3.5 D. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫ്ലാഞ്ച് കപ്ലിംഗ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഷാഫ്റ്റ് ഡാഷ്. ഓപ്ഷൻ വിച്ച് ആർ പെർഫെക്റ്റ്ലി അലൈൻഡ്, വിച്ച് ആർ നോട്ട് ഇൻ എക്സാക്ട് അലൈൻമെൻറ്റ്, ഹാവ് ലാറ്ററൽ മിസ്അലൈൻമെൻറ്റ്. ഓപ്ഷൻ ഡി, ഹൂസ് ആക്സിസ് ഇൻ്റർസെക്റ്റ് അറ്റ് എ സ്മോൾ ആംഗിൾ. നമുക്കറിയാം ഒരു ഫ്ലാഞ്ച് കപ്ലിംഗ് എന്ന് പറയുന്നത് ഒരു റിജിഡ് കപ്ലിംഗ് ആണ്. റിജിഡ് കപ്ലിംഗ് യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി അലൈൻഡ് ആയിട്ടുള്ള ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻസർ ഓപ്ഷൻ എ, വിച്ച് ആർ പെർഫെക്റ്റ്ലി അലൈൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ നക്കിൾ ജോയിൻറ്റ് ദ പിൻ ഈസ് സബ്ജക്റ്റഡ് ടു. ഓപ്ഷൻ ഡബിൾ ഷിയർ ആൻഡ് ബെൻഡിങ്, ക്രഷിംഗ് ആൻഡ് ഡബിൾ ഷിയർ, നൺ ഓഫ് ദ എബോവ്. നക്കിൾ ജോയിൻറ്റിലെ പിന്നിൻ്റെ ഫെയിലിയറാണ് ക്വസ്റ്റ്യൻ. നക്കിൾ ജോയിൻ്റ് എന്ന് പറയുന്നത് ടെൻസൈൽ ലോഡ് ആക്ട് ചെയ്യുന്ന രണ്ട് റോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ജോയിൻ്റാണ്. ടെൻസൈൽ ലോഡ് ആക്ട് ചെയ്യുന്ന രണ്ട് റോഡുകളെ കണക്ട് ചെയ്യുന്ന ജോയിൻ്റാണ് എന്ത് നക്കിൾ ജോയിൻ്റ്. ഇതിൻ്റെ പാർട്ടുകൾ എന്ന് പറയുന്നത് ഡബിൾ ഐ ഓർ എ ഫോർക്കൻഡ്, അതുപോലെ സിംഗിൾ ഐ റോഡൻഡ്, പിന്നെ നക്കിൾ പിൻ, കോളർ, ടേപ്പർ പിൻ. ഇത്രയാണ് നക്കിൾ ജോയിൻറ്റിൻ്റെ പാർട്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് നക്കിൾ ജോയിൻറ്റ്. നക്കിൾ ജോയിൻറ്റിൽ ഡിഫറെൻറ്റ് ഫെയിലിയർ മോഡ്സ്. ഒന്ന് ഫെയിലിയർ ഓഫ് റോഡൻഡ് ബൈ ടെൻഷൻ, ഫെയിലിയർ ഓഫ് സിംഗിൾ ഐ റോഡൻഡ് ബൈ ടെൻഷൻ, ഫെയിലിയർ ഓഫ് സിംഗിൾ ഐ റോഡൻഡ് ബൈ ഷിയർ, ഫെയിലിയർ ഓഫ് റോഡൻഡ് ബൈ ക്രഷിംഗ്, ഫെയിലിയർ ഓഫ് ഫോർക്ക് എൻഡ് ബൈ ടെൻഷൻ, അതുപോലെ ഫെയിലിയർ ഓഫ് ഫോർക്ക് എൻഡ് ബൈ ഷിയർ, ഫെയിലിയർ ഓഫ് ഫോർക്ക് എൻഡ് ബൈ ക്രഷിംഗ്, പിന്നെ ഫെയിലിയർ ഓഫ് നക്കിൾ പിൻ ബൈ ഡബിൾ ഷിയർ ആൻഡ് ഫെയിലിയർ ഓഫ് നക്കിൾ പിൻ ബൈ ബെൻഡിങ്. ഇത്രയും ആണ് നക്കിൾ ജോയിൻറ്റിലെ ഫെയിലിയർ മോഡ്സ്. ഇതിൽ നമ്മളോട് ചോദിച്ചത് നക്കിൾ ജോയിൻറ്റിലെ പിന്ന് ഫെയിലിയർ ആവുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ്. നക്കിൾ ജോയിൻറ്റിലെ പിന്നിൽ ഡബിൾ ഷിയർ ആണ് ആക്ട് ചെയ്യുന്നത്. ഷിയർ ഫെയിലിയറും ബെൻഡിങ് ഫെയിലിയറുമാണ് നക്കിൾ ജോയിൻറ്റിലെ പിന്നിലുണ്ടാവുക. നമുക്കറിയാം ഇതാണ് നക്കിൾ ജോയിൻറ്റിലെ പിന്ന്. ഇതിൽ ഷിയർ ഫെയിലിയർ ആവുന്നത് രണ്ട് ഏരിയ ഉണ്ടാവും. ഷിയർ ഫെയിലിയർ ആവുന്നതിന് രണ്ട് ഏരിയ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ഡബിൾ ഷിയർ ആണ് ഉണ്ടാവുക. ഷിയർ റെസ്റ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഏരിയയും ഒന്ന് ബോട്ടം ഏരിയയും, അതായത് 2 × π/4 d²/4 ആയിരിക്കും ടോട്ടൽ ഷിയർ റെസ്റ്റിംഗ് ഏരിയ. അതുകൊണ്ട് തന്നെ ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ലോഡ് ഡിവൈഡഡ് ബൈ 2 × π/4 d². അപ്പോൾ നക്കിൾ പിന്നിൽ ആക്ട് ചെയ്യുന്നത് ഡബിൾ ഷിയർ ആണ് എന്ന് ഓർത്ത് വെക്കുക. നക്കിൾ പിന്നിൽ ഡബിൾ ഷിയർ ആണ്. അതുപോലെ ബെൻഡിങ് ഫെയിലിയർ, നക്കിൾ ജോയിൻറ്റ് പിന്നിൻ്റെ നെക്സ്റ്റ് ഫെയിലിയർ മോഡ് ബെൻഡിങ് ഫെയിലിയർ. നക്കിൾ ജോയിൻറ്റിൻ്റെ പിന്നെ ഐയിലും ഫോർക്കിലും ടൈറ്റ് ഫിക്സ് ആണെങ്കിൽ അവിടെ ഷിയർ ഫെയിലിയർ ആണ് ഉണ്ടാവുക. ഇനി അത് ലൂസ് ആണെങ്കിൽ അവിടെ ബെൻഡിങ് മൊമെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഫെയിലിയർ ആണ് ഉണ്ടാവുക. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഇൻ എ നക്കിൾ ജോയിൻറ്റ് ദ പിൻ ഈസ് സബ്ജക്റ്റഡ് ടു ഡബിൾ ഷിയർ ആൻഡ് ബെൻഡിങ്.
Next question, dash keys are used when very high torque of impact type to be transmitted in both direction of rotation. Option feather key, tangential key, gib head key, saddle key. Answer option B, tangential key. Very high torque transmit ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീസാണ് ടാൻജൻഷ്യൽ കീസ്. ടാൻജൻറ്റ് കീസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ കീസ് എന്ന് പറയുന്നത് ഷാഫ്റ്റിന് ടാൻജൻഷ്യൽ ആയിട്ട് റൈറ്റ് ആംഗിളിൽ പ്രൊവൈഡ് ചെയ്യുന്ന എ പെയർ ഓഫ് റെക്ടാങ്കുലർ കീസാണ്. ഷാഫ്റ്റിന് ടാൻജൻഷ്യൽ ആയിട്ട് 90 ഡിഗ്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് റെക്ടാങ്കുലർ കീസാണ് ടാൻജൻഷ്യൽ കീസ്. ഇതിൽ ഓരോ കീസും ഒരു ഡയറക്ഷനിലുള്ള ടോർഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഡയറക്ഷനിലുള്ള ടോർഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ കീസും. ലാർജ് ഹെവി ഡ്യൂട്ടി ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്നത് ടാൻജൻറ്റ് കീസാണ്. ഹൈ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന കീസാണിത് ടാൻജൻറ്റ് കീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കീസ് യൂസ്ഡ് ഫോർ ഫാസ്റ്റനിങ് ടേപ്പേർഡ് ഫിറ്റിംഗ് ഓഫ് ഷാഫ്റ്റ്? ഓപ്ഷൻ വുഡ്രഫ് കീ, സാഡിൽ കീ, സങ്ക് കീ, ഗിബ്ബേർഡ് കീ. ആൻസർ ഓപ്ഷൻ എ, വുഡ്രഫ് കീ. ടേപ്പേർഡ് ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന കീ ആണെന്ത്? വുഡ്രഫ് കീ. നമുക്കറിയാം വുഡ്രഫ് കീയുടെ ഷേപ്പ് എന്ന് പറയുന്നത് യൂണിഫോം തിക്നെസ് ഉള്ള ഒരു സെമി സർക്കുലർ ഡിസ്കിൻ്റെ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ ടേപ്പേർഡ് ഷാഫ്റ്റുകളിൽ അതിനെ ടിൽറ്റ് ചെയ്തിട്ട് അലൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വുഡ്രഫ് കീ ടേപ്പേർഡ് ഷാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഫ്ലാഞ്ച് കപ്ലിംഗ് ദ ബോൾസ് ആർ സബ്ജക്റ്റഡ് ടു ഡാഷ്. ഓപ്ഷൻ ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, നൺ ഓഫ് ദിസ്. ആൻസർ ഓപ്ഷൻ സി, ഷിയർ സ്ട്രെസ്. ടോർക്ക് ട്രാൻസ്മിഷൻ കാരണം ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ ബോൾട്ടിൽ ഉണ്ടാകുന്നത് ഷിയർ സ്ട്രെസ് ആയിരിക്കും. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോർക്ക് ട്രാൻസ്മിഷൻ നടക്കുന്നത് ഷിയർ ഫോഴ്സ് കാരണമാണ്. ഷിയർ ഫോഴ്സ് പിയും നമ്പർ ഓഫ് ബോൾട്ട് എന്നും ആണെങ്കിൽ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ദ കപ്ലിങ്സ് ടി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു എൻ. ആർ എന്ന് പറയുന്നത് ഈ ബോൾട്ടിൻ്റെ സെൻറ്ററിൽ നിന്നും ഷാഫ്റ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. എൻ നമ്പർ ഓഫ് വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ടി ഈസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു ഷിയർ സ്ട്രെസ് ടോ ഇൻറ്റു ആർ ഇൻറ്റു എൻ. ടോർക്ക് ട്രാൻസ്മിറ്റഡ് ഈസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ബൈ 4 ഇൻറ്റു ടോ ഇൻറ്റു ആർ ഇൻറ്റു എൻ. അപ്പോൾ ഫ്ലാഞ്ച് കപ്ലിങ്ങിൽ ബോൾട്ടിൽ ആക്ട് ചെയ്യുന്നത് ഷിയർ സ്ട്രെസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ലീവ് ഓർ മഫ് കപ്ലിംഗ് ഈസ് ഡിസൈൻഡ് ആസ് എ ഓപ്ഷൻ തിൻ സിലിണ്ടർ, തിക്ക് സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ, ഹോളോ സിലിണ്ടർ. ആൻസർ ഓപ്ഷൻ ഡി. നമുക്കറിയാം സ്ലീവ് കപ്ലിംഗ് അല്ലെങ്കിൽ സോളിഡ് മഫ് കപ്ലിങ്ങിൻ്റെ കേസിൽ അതെന്താണ്? ഒരു ഹോളോ സിലിണ്ടർ ആണ്. അതിൻ്റെ ഇന്നർ ഡയമീറ്റർ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിന് സെയിം ആയിരിക്കും. സ്ലീവ് കപ്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോളോ സിലിണ്ടർ. ആൻസർ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫ്ലാഞ്ച് കപ്ലിംഗ് ദ ഫ്ലാഞ്ചസ് ആർ കപ്പിൾഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ, bolts and nuts. Option B, studs. Option C, headless taper bolts. Option D, none of this. Answer ഓപ്ഷൻ എ, bolts and nuts. നമുക്കറിയാം ഒരു ഫ്ലാഞ്ച് കപ്ലിങ്ങിൽ ഫ്ലാഞ്ചസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് നട്ട് ആൻഡ് ബോൾട്ട് യൂസ് ചെയ്തിട്ടാണ്. നട്ട് ആൻഡ് ബോൾട്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലാഞ്ചസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഷാഫ്റ്റിനെയും ഫ്ലാഞ്ചിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് കീ യൂസ് ചെയ്തിട്ടാണ്. ഷാഫ്റ്റ് ഫ്ലാഞ്ചിൽ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? കീ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ, നട്ട്സ് ആൻഡ് ബോൾട്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ, എ യൂണിവേഴ്സൽ കപ്ലിംഗ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഷാഫ്റ്റ്. ഓപ്ഷൻസ് വിച്ച് ആർ പെർഫെക്റ്റ്ലി അലൈൻഡ്, വിച്ച് ആർ നോട്ട് ഇൻ എക്സാക്ട് അലൈൻമെൻറ്റ്, വിച്ച് ഹാവ് ലാറ്ററൽ മിസ്അലൈൻമെൻറ്റ്. ഓപ്ഷൻ ഡി, ഹൂസ് ആക്സിസ് ഇൻ്റർസെക്ട് അറ്റ് എ സ്മോൾ ആംഗിൾ. നമുക്കറിയാം ഒരു യൂണിവേഴ്സൽ കപ്ലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു കണക്ട് ടു ഷാഫ്റ്റ് whose axis intersect at an angle. Answer option D, whose axis intersect at a small angle. അടുത്ത ക്വസ്റ്റ്യൻ, for a shaft of 100 mm diameter the number of bolts in a flange coupling should be dash. Option A 4, option B 6, option C 8, option D 10. Answer option A 4. 100 mm ഡയമീറ്റർ ഷാഫ്റ്റ് ഉള്ള ഒരു ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ ബോൾട്ടിൻ്റെ എണ്ണം 4 ആയിരിക്കും. ഫ്ലാഞ്ച് കപ്ലിങ്ങിൽ യൂസ് ചെയ്യുന്ന ബോൾട്ടിൻ്റെ എണ്ണം അതിൻ്റെ ഷാഫ്റ്റിൻ്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ് ടു 40 mm ഡയമീറ്റർ വരെ 3 ആണ് നമ്പർ ഓഫ് ബോൾട്ട്. അപ് ടു 100 mm ഡയമീറ്റർ വരെ 4 ആണ്.
അപ് ടു 180 mm ഡയമീറ്റർ വരെ 6 ആണ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് 100 mm ഡയമീറ്ററുള്ള ഷാഫ്റ്റ് ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് വോൾട്ട് എത്രയാണ്? 4. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. നമുക്ക് എക്സാമിന് ഈ വാല്യൂ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഷാഫ്റ്റ് കപ്ലിംഗ് ഷുഡ് ഡാഷ്. ഓപ്ഷൻ എ ബി ഈസി ടു കണക്ട് ഓർ ഡിസ്കണക്ട്. ഓപ്ഷൻ ബി ട്രാൻസ്മിറ്റ് ഫുൾ പവർ ഓഫ് ദ ഷാഫ്റ്റ്. ഓപ്ഷൻ സി ഹോൾഡ് ദ ഷാഫ്റ്റ് ഇൻ പെർഫെക്റ്റ് അലൈൻമെൻറ്റ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഷാഫ്റ്റ് കപ്ലിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, രണ്ട് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീൻ എലിമെൻ്റ് ആണ് കപ്ലിങ്സ്. കപ്ലിങ്സിൻ്റെ പർപ്പസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ, ജോയിനിങ് മിസ് അലൈൻമെൻറ്റ് ഓഫ് ഷാഫ്റ്റ്, റെഡ്യൂസ് ഷോക്ക് വയലേഷൻ, തേർഡ് ഈസിലി അസംബിൾ ആൻഡ് ഡീ അസംബിൾ. ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ എല്ലാം എന്താണ്? ഷാഫ്റ്റ് കപ്ലിങ്ങിൻ്റെ ഫങ്ഷനാണ്. ഈസി ടു കണക്ട് ഓർ ഡിസ്കണക്ട്, ട്രാൻസ്മിറ്റ് പവർ ഓഫ് ദ ഷാഫ്റ്റ്, ഹോൾഡ് ഷാഫ്റ്റ് ഇൻ പെർഫെക്റ്റ് അലൈൻമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കപ്ലിംഗ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു ഷാഫ്റ്റ്സ് വിച്ച് ഹാവ് ബോത്ത് ലാറ്ററൽ ആൻഡ് ആംഗുലാർ മിസ്അലൈൻമെൻറ്റ്. ഓപ്ഷൻ എ ബുഷ്ഡ് പിൻ ടൈപ്പ് കപ്ലിംഗ്. ഓപ്ഷൻ ബി യൂണിവേഴ്സൽ കപ്ലിംഗ്. ഓപ്ഷൻ സി ഓൾഡ്ഹാം കപ്ലിംഗ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. നമുക്കറിയാം, ലാറ്ററൽ ആൻഡ് ആംഗുലാർ മിസ്അലൈൻഡ് ഷാഫ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്ലിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെക്സിബിൾ കപ്ലിങ്സ്. ഈ തന്നിരിക്കുന്ന 3 കപ്ലിങ്സും ബുഷ്ഡ് പിൻ ടൈപ്പ് കപ്ലിംഗ്, യൂണിവേഴ്സൽ കപ്ലിംഗ്, ഓൾഡ്ഹാം കപ്ലിംഗ്, ഇത് 3ഉം ഫ്ലെക്സിബിൾ കപ്ലിങ്ങിന് എക്സാമ്പിളാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. കീസ് ആൻഡ് കപ്ലിംഗ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.